വെൽക്കം ടു FM മെഡോണ 39.25. പറയാം പാടാം കേട്ട് രസിക്കാം. ഞാൻ RJ വൈഗ 7th D. കൂട്ടുകാരെ, ഇനി കുറച്ചു ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. പരീക്ഷ എത്താറായി. എല്ലാവരും നന്നായി പഠിക്കണം. യൂണിറ്റ് ടെസ്റ്റിന് കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇപ്പോൾ തന്നെ പരിശ്രമിച്ചു തുടങ്ങണം. നമുക്ക് മുന്നിലുള്ള ഓരോ സമയവും വിലപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സമയം തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ഇനി മുതലുള്ള ഓരോ ദിവസവും എല്ലാവരും ഓണപരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറായുക. ഇനി നമുക്ക് ഒരു ചെറിയ ഇംഗ്ലീഷ് കവിത കേട്ടാലോ? കവിത പാടുന്നത് RCയിലെ വൈഗ A. For the mind is without fear. Rabindranath Tagore. For the mind is without fear, and the head is held high. When knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arm towards perfection, where the clear stream of reason has not lost its ways into dearly desert sand of died habit, where the mind is led forward by thee into ever widening thought and action, into that heaven of freedom. My Father, let my country awake. Thank you. വൈഗ, ഇനി നമുക്ക് ഈ ഒരാഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. NSRന്റെ വിജയകരമായ വിക്ഷേപണത്തിന് പിന്നാലെ ഈ വർഷം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 9 വിക്ഷേപണങ്ങൾ കൂടി നടക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. ഫുട്ബോൾ താരം മെസ്സിയും സംഘവും ഈ വർഷം വരില്ലെന്ന് അറിയിച്ചതായി കായിക വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ. ഈ ഒക്ടോബറിൽ വരണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും ഇത് മുംബൈക്കും അഹമ്മദാബാദിനുമിടയിലുള്ള യാത്രാ സമയം 2 മണിക്കൂറും 7 മിനിറ്റുമായി കുറയ്ക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കേരളത്തിലെ മലയോര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആവേശ കൊടുമുടിയിലെത്തിയ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ 5ാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ അന്തിമ വിജയം ടീം ഇന്ത്യക്ക് സ്വന്തം. നിസാർ വിക്ഷേപണം ചരിത്രപരമായ നേട്ടമാണ് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യ ഇന്ന് വികസന രാഷ്ട്രങ്ങളോടൊപ്പം തുല്യ പങ്കാളിത്തത്തോടെ മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾക്കുമേൽ UK ഓൺലൈൻ സുരക്ഷാ നിയമം കർശനമാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുമെന്ന് ഇലോൺ മസ്ക്. കോരിച്ചൊരിയുന്ന മഴയ്ക്കും ശക്തമായ കാറ്റും സാക്ഷ്യം വഹിച്ച മാസമാണ് കടന്നുപോയത്. കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈയിൽ 577.8 മില്ലിലീറ്റർ മഴയാണ് പെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 4530 മീറ്റർ ഉയരത്തിലുള്ള ലഡാക്കിലെ സോകാർ താഴ്വരയിൽ ISROയുടെ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം. പരമ്പരയിലെ നിർണായകമായ 5ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മുന്നിൽ വിലങ്ങുതടിയായി ജോ റൂട്ട് ഹാരി ബ്രൂക്ക് സഖ്യം. കൂട്ടുകാരെ, ഇതാ നിങ്ങൾ കാത്തിരുന്ന കറണ്ട് ക്ലിക്ക് ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന പദവിയിൽ എത്തിയ സ്ഥലം. ചോദ്യം ഒരിക്കൽ കൂടി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന പദവിയിൽ എത്തിയ സ്ഥലം. ഈ ഉത്തരം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഓഫീസ് റൂമിന് മുന്നിൽ വെച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേരും ക്ലാസും എഴുതാൻ മറക്കരുത്.
ശരിയുത്തരം നൽകുന്നവരിൽ ഒരു കുട്ടിക്ക് സമ്മാനമുണ്ടായിരിക്കും. വീണ്ടും കേൾക്കുന്നത് വരെ ദിസ് ഈസ് RJ വൈഗ സൈനിങ് ഓഫ്. നിങ്ങൾ കേൾക്കുന്നത് FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം.